ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷമ വൈബ്സ്. അപ്പോൾ ഇന്ന് കുറച്ച് മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാനിത് എഡിറ്റ് ചെയ്ത് ഇടാൻ കുറച്ച് കുറച്ചധികം വൈകിപ്പോയി. ഇതിന് നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയിരുന്നു, അതൊന്നും അന്ന് ഇടാൻ പറ്റിയില്ല. സോ ഇന്ന് ഇടാമെന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളാപ്പിലെ വീൽ ആൻഡ് പാർക്കിലാണ് കേട്ടോ പോയത്. വണ്ടി നമ്മൾ പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് നടക്കുകയാണ് കേട്ടോ. മാത്രമല്ല, ഈദിൻ്റെ രാത്രിയായിരുന്നു ഇതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ്ങിൻ്റെ അന്ന് ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് തിരക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. എൻട്രി ഫീ 100 രൂപയായിരുന്നു കേട്ടോ പെർ ഹെഡ്. പിന്നെ കിഡ്സിന് വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ കൂടെ കിഡ്സ് ഉണ്ടായിരുന്നില്ല. അഡൾട്ടിന് 100 ആയിരുന്നു. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിഡ്സ് പാർക്കാണ് കേട്ടോ. കിഡ്സിന് ഒരുപാട് കളിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളും കുറേ ഐറ്റംസും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയ ഐഫിൽ ടവർ, അതിൻ്റെ മുമ്പിലൊരു ഫോട്ടോ നിർബന്ധമാണ് എല്ലാവർക്കും. അപ്പം നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടും ഷൂട്ട് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ എല്ലാം കവർ ചെയ്ത് ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും എന്തെങ്കിലും പോരായ്മകൾ വന്നു പോയിട്ടുണ്ടാവും, അതെല്ലാം ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. പകൽ വന്നാൽ കുറേ നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ നല്ല സ്പോട്ട് ഇതിനകത്തുണ്ട്. മാത്രമല്ല, രാത്രി ആണെങ്കിൽ ഇതിൻ്റെ ലൈറ്റിങ്സ് ആണ് മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ ഇതെല്ലാം കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അതിന് ശേഷം ഞാൻ പോയിട്ടില്ല. പോയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, എൻ്റെ ചാനൽ കാണുന്ന ഒരു 90% ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കയറി നമ്മൾ അവസാനം ഹൗസ് ബോട്ടിൽ കയറിട്ടോ. ഈ കാണുന്നത് ഹൗസ് ബോട്ടിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നടത്തം തുടർന്നു. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പുഴയായതുകൊണ്ട് എല്ലാവരും കാറ്റും കൊണ്ട് ഊഞ്ഞാലാടുന്ന കാണാൻ കഴിയും നമുക്ക്. ഞങ്ങൾ പോയ സമയത്ത് അധികം ഫുഡ് സ്പോട്ടൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2-3 ഐസ്ക്രീം കോർണറും പിന്നെ ഒരു മുളക് ബജിയുടെയും ഗോപി മഞ്ചൂരിൻ്റെയും ഷോപ്പ് മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ആ ലൈറ്റിങ്സും ആ ഫ്രെയിമും നല്ലൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു അതിന്. പിന്നെ ഈ കാണുന്ന ഈ ഒരെണ്ണം, ഈ ഡൈനോസറിൻ്റെ അടിയിൽ ഫുള്ള് ചോട്ടാസ് ആയിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി. പിന്നെ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഗോപി മഞ്ചൂരി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഞാൻ പോകുന്നു. ഈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.